നമുക്കിന്ന് അടിപൊളി ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം. കാണാനും വളരെ കളർഫുള്ളാണ്, കഴിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നന്നായിട്ട് പഴുത്ത ഒരു വലിയ ഏത്തപ്പഴമായതുകൊണ്ട് ഞാനത് 3ആയിട്ട് കട്ട് ചെയ്ത് വരഞ്ഞ് ഇഡലിത്തട്ടിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ശർക്കര പാനി ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ശർക്കരയെല്ലാം ഉരുകി ഇതുപോലെ കിട്ടണം. ഇതിലേക്ക് കല്ല് മണ്ണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നന്നായിട്ട് ഇതൊന്ന് തിക്കാക്കി എടുക്കുക. ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കണം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഏലയ്ക്ക, ചെറിയ ജീരകം ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലാത്തവർ ഏലയ്ക്ക മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് 1 സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. ഇനി നമ്മൾ ആവിയിൽ നിന്നും വേവിച്ചെടുത്ത ഏത്തപ്പഴം ചൂടോട് കൂടിയിട്ട് തന്നെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ രണ്ടാക്കി ഒന്ന് എടുക്കുന്നുണ്ട്. ഇതിലെ ആ കറുത്ത നാരൊന്ന് എടുത്ത് കളയുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ചെറിയ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുത്ത് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാവുന്നതാണ്. പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ അതെല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 കപ്പ് മാവാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തെടുക്കേണ്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ നമ്മുടെ കയ്യിലൊന്ന് പുരട്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് നമുക്ക് ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതൊന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്ക് കുറച്ച് വാഴയിലയിൽ പരത്തിയിട്ട് നമ്മൾ അടയൊക്കെ ഇലയട തയ്യാറാക്കുന്ന രീതിയിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ വീണ്ടും നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇത് എല്ലാം അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാൻ ആ ഒരു ഏത്തപ്പഴം വെച്ചിട്ട് ഇത്രയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇഡലിത്തട്ടിൽ ആവശ്യമായിട്ട് വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മുടെ തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഞാനൊരു വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തുറന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.